ഹലോ. അപ്പം നമ്മളിന്ന് രാജപുര ഷാപ്പിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഇറങ്ങാൻ നേരമായപ്പം നല്ല മഴ. ആദ്യമൊന്ന് മടിച്ചെങ്കിലും പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങി കേട്ടോ. ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ്. മഴയായതുകൊണ്ട് തന്നെ വെള്ളം നല്ല ഉയർന്നിട്ടുണ്ട്. പക്ഷെ റോഡിലോട്ടൊന്നും കേറിയിട്ടില്ല. 2 സൈഡിലും നെൽപ്പാടങ്ങളാണ്. ഞങ്ങള് വെളിയനാട് വഴിയാണ് പോയത്. വെളിയനാട് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും റീൽസ് വരുന്നതാണ് വെളിയനാട് ബസ് യാത്രയെന്ന് പറഞ്ഞ്. നല്ല കിടിലം സ്ഥലമാണ് കേട്ടോ. 2 സൈഡിലും വെള്ളവും നടുക്ക് റോഡും. നല്ല വൈബാണ് അത് കാണാന്. ഞങ്ങക്ക് മഴയായതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാറിന്റെ ഗ്ലാസ് താത്തിട്ടാണ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തത്. മഴയ്ക്കുണ്ടൊരു വൈബ്. നമ്മുടെ സ്ഥലം എത്താറായി. അവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലമൊന്നും ഇല്ല ട്ടോ. നമ്മള് റോഡിന്റെ സൈഡില് ഒതുക്കിയിട്ടിട്ടാണ് പോയത്. അവിടുന്നൊരു ചെറിയ വഴിയുണ്ട്. അതിലേ കേറി ചെല്ലുമ്പഴത്തേനും നമ്മളൊരു കടവെത്തും. ഇതാണ് നമ്മുടെ കടവ്. ഇവിടുന്ന് നമ്മൾ ആ ഷാപ്പിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അവര് ബോട്ടിൽ വന്ന് നമ്മളെ കൊണ്ടുപോകും. മഴത്തുള്ളികളൊക്കെ വീഴുന്ന കാണുന്നുണ്ടോ? പക്ഷെ അതൊരു വൈബാണ് കേട്ടോ. മഴത്തുള്ളി വീണ് മഴയത്ത് ഇങ്ങനെ ബോട്ടിലൊക്കെ പോകുന്നത്. ഇത് ബോട്ട് വരാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കുവാണേ. ഞങ്ങളിങ്ങനെ ബോട്ടിൽ കേറി. ഇപ്പൊ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നു. ദോ ആ കാണുന്ന സ്ഥലാണ് നമ്മുടെ ഷാപ്പ്. ഇവിടെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇവിടെ വന്നിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കാണണം കേട്ടോ. നല്ല രസമുണ്ട് സ്ഥലം കാണാനായിട്ട്. ഈ ഷാപ്പെന്ന് വെച്ചാ ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ വെള്ളമില്ലാത്തെ. ബാക്കി 2 സ്ഥലവും വെള്ളാണ്. ഇതിനെ ഞങ്ങള് തുരുത്തെന്നൊക്കെ പറയും. നിങ്ങളെന്ത് പറയുമെന്ന് എനിക്കറിയില്ല ട്ടോ. ആ ഹൗസ് ബോട്ടിലാണ് ഫാമിലി റെസ്റ്റോറന്റ്. നമ്മൾ അവിടെ ഇരുന്നാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ അവിടെ എത്തി. ഇനി ബോട്ടീന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇതാണ് നമ്മുടെ ഷാപ്പ്. ഈ ഹൗസ് ബോട്ടാണ് ഫാമിലി റെസ്റ്റോറന്റ്. ആദ്യം ഞങ്ങൾക്ക് കൊണ്ട് തന്നത് കള്ളപ്പമാണ്. ആ ചാറ് തന്നേക്കുന്നത് താറാവ് കറിയുടെ ചാറാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞണ്ടും, കക്കയിറച്ചി, കപ്പ, പിന്നെ കരിമീൻ പൊള്ളിച്ചതാണേ. ഇവിടുത്തെ ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. എന്താണെന്നറിയില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫുഡ്. കട്ടൻ ചായക്ക് പോലും നല്ല ടേസ്റ്റ് ആണ്. ഇത് കരിമീൻ പൊള്ളിച്ചത് തുറക്കുവാണേ. ഓ കരിമീൻ പൊള്ളിച്ചതൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബോട്ട് വന്ന് നമുക്ക് അപ്പുറത്തോട്ട് പോവാൻ വേണ്ടി അതില് കേറിയിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. അപ്പൊ എല്ലാരും ഒരു വട്ടം ഇവിടെ ഒന്ന് വരണം. അപ്പൊ ടാറ്റാ ബൈ ബൈ. ഓക്കെ.